നമസ്കാരം. പ്രധാന വാർത്തകൾ. അതിശക്തമായ പൊടിക്കാറ്റ് വീശും. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത. ദില്ലിയിൽ അതിശക്തമായ പൊടിക്കാറ്റിന് സാധ്യത. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ രാജ്യ തലസ്ഥാനത്ത് കാറ്റ് വീശുമെന്നാണ് അറിയിപ്പ്. അതിശക്തമായ കാറ്റിൽ കൃഷി നശിക്കാൻ സാധ്യതയുണ്ട്. കെട്ടിടങ്ങൾക്ക് ഭാഗികമായി കേടുപാടുണ്ടായേക്കുമെന്നും പുൽവീടുകളും കുടിലുകളും തകരുമെന്നും അധികം കനമില്ലാത്ത വസ്തുക്കൾ പറന്നുപോകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ജനങ്ങളോട് വീടിനകത്ത് തന്നെ തങ്ങാൻ ആവശ്യപ്പെട്ട കാലാവസ്ഥാ കേന്ദ്രം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനത്ത് അഭയം തേടണമെന്നും ഒരു കാരണവശാലും മരങ്ങൾക്ക് ചുവട്ടിൽ പോയി നിൽക്കരുതെന്നും അറിയിപ്പിൽ പറയുന്നു. സൂര്യാഘാതം. കെട്ടിട നിർമ്മാണ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. പ്ലാമൂട്ടുകടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. മാവിളക്കടവ് കഞ്ചാംപഴങ്ങി സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. പ്ലാമൂട്ടുകടയിൽ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കെയാണ് ഉച്ചയ്ക്ക് 1:30 മണിയോടെ കുഴഞ്ഞു വീണത്. സൂര്യാഘാതമേറ്റാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചൂടേറ്റ് ക്ഷീണിതനായ ഫ്രാൻസിസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ശരീരമാകെ പൊള്ളിയ നിലയിലായിരുന്നു ഫ്രാൻസിസിനെ മറ്റു തൊഴിലാളികൾ പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അതിർത്തി മേഖലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്ത് യുവാവിനെ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്നു. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ തലയ്ക്കടിച്ചു കൊന്നു. കരമന സ്വദേശി അഖിലാണ് മരിച്ചത്. കാറിലെത്തിയ സംഘമാണ് അഖിലിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം ശരീരത്തിൽ കല്ലെടുത്തിടുകയായിരുന്നു. പ്രതികൾ അഖിലിനെ ഇനോവയിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കരമന അനന്തു വധക്കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അക്രമമെന്ന് പോലീസ് അറിയിച്ചു. മീൻ കച്ചവടം നടത്തി വരികയായിരുന്നു അഖിൽ. ഒരാഴ്ച മുമ്പ് ബാറിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിൽ. പ്രണയം നടിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത് സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കൊല്ലം ഏരൂരിൽ പ്രണയം നടിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും സ്വകാര്യ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ഏരൂർ ഐലറയിൽ 26 വയസ്സുള്ള ജിത്താണ് പിടിയിലായത്. ഏരൂർ സ്വദേശി 25കാരുടെ പരാതിയിലാണ് ജിത്ത് പിടിയിലായത്. 2022 ജൂലൈ മുതൽ യുവതിയെ പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. വീട്ടിലെത്തിച്ച് ലഹരി കലക്കിയ പാനീയം നൽകിയും പീഡിപ്പിച്ചു. ഇതിനിടയിൽ പകർത്തിയ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കോവളത്ത് ഹോട്ടലിലെത്തിച്ചും പീഡനം തുടർന്നു. ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അയച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടി. സ്വന്തം സുഹൃത്തുക്കൾക്കും ജിത്ത് ദൃശ്യങ്ങൾ അയച്ചു. ഭീഷണി വന്നതോടെ പെൺകുട്ടിയും കുടുംബവും പോലീസിൽ പരാതി നൽകി. കേസെടുത്തതോടെ വിദേശത്ത് പോകാൻ ശ്രമിച്ച പ്രതിക്കെതിരെ ഏരൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതറിയാതെ വിമാനത്താവളത്തിലെത്തിയ ജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. വീടിന് സമീപത്തെ കുളത്തിൽ വീണ് 7 വയസ്സുകാരൻ മരിച്ചു. ഇടുക്കി ഇരട്ടയാറിൽ 7 വയസ്സുകാരൻ പടുതക്കുളത്തിൽ വീണ് മരിച്ചു. ഇരട്ടയാർ ഇടഞ്ഞവലിയിലാണ് സംഭവം. താണുവേലിൽ റോബിൻ അശ്വതി ദമ്പതികളുടെ മകൻ ദാവിദ് റയാനാണ് മരിച്ചത്. 7 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വീടിന് സമീപത്തെ പടുതാക്കുളത്തിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തങ്കമണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും.